السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയം നിറഞ്ഞ പ്രൊഫഷണൽ മേഖലയിലെ ആദരണീയരായ വിദ്യാർത്ഥിനികളെ, വിഷയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ട് മണ്ണോട് ചേർന്നാൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അത് എത്രത്തോളം സംഭവ്യമാണ്, യുക്തി സഹമാണ്, എത്രത്തോളം ശാസ്ത്രീയമാണ്, അങ്ങനെയൊരു സംഗതി യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ സമയബന്ധിതമായി അവതരിപ്പിക്കുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, നമുക്കിഷ്ടമുള്ള, നാം അനുകരിക്കുന്ന, നാം പ്രശംസിക്കുന്ന ഒരുപാട് മഹാന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവരാരും ഇതുവരെ നമ്മളോട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. മരിച്ചുപോയ എത്രയോ തലമുറകൾ ഈ മണ്ണിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് വിവിധ മത സമൂഹങ്ങളുടെ കൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ. വിശിഷ്യ ഫ്രീ തിങ്കേഴ്സിനെ പോലെയുള്ള ആളുകൾക്കിടയിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. മാനവ ചരിത്രത്തിലുടനീളം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു ഇപ്പോൾ ഇന്നലെ മുതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്ലാസ്സിനെ നിങ്ങൾ വളരെ നിസ്സാരമായി കാണരുത് എന്നും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുകയാണ്. മറിച്ച് നിങ്ങൾ ഇത്തിരി ഗൗരവമായി, എന്നാൽ ഇത്തിരി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ കേൾക്കണം. ബുദ്ധിയാണ് നമ്മുടെ സവിശേഷത. നാം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ മനുഷ്യന് ബുദ്ധിശക്തി നൽകി എന്ന് അള്ളാഹു പറയുന്നു. അവനെ ആദരിച്ചിട്ടുണ്ട് എന്നും അള്ളാഹു പറയുന്നു. ഖുർആനിലെ 17-ാം അധ്യായം 70-ാമത്തെ വചനം. നിങ്ങൾ എല്ലാവരും ആലോചിച്ചു നോക്കൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മ മരിച്ചു പോകും, നമ്മുടെ ഉപ്പ മരിച്ചു പോകുന്നു. അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവരാരും തിരിച്ചു വരുന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് പറയാനാണോ തെളിവ്? ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്ന് പറയാനാണോ തെളിവ്? അത് നമുക്ക് പരിശോധിക്കാമല്ലോ. ഉണ്ടാവില്ലെന്ന് പറയാനാണോ ഉണ്ടാകും എന്ന് പറയാനാണോ തെളിവ്? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല ആ വരുന്നത് ഹാരിസ് ബിൻ സലീമാണെന്ന് തോന്നിയില്ല. ഉണ്ടോ? ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായി അത് മുജാഹിദ് ബാലുശ്ശേരിയാണ് വരുന്നത്. എന്റെ രൂപത്തിൽ വേറൊരാൾ ഇവിടെ പ്രത്യക്ഷപ്പെടില്ല. ശരി, നിങ്ങൾ ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്, വ്യത്യസ്തമാണ്. ട്വിൻസിന്റെ ശരീരഘടനകൾ പോലും വ്യത്യസ്തമാണ്. എല്ലാവർക്കും അറിയാം ഈ ലോകത്തെ കോടിക്കണക്കിന് ജീവജാലങ്ങൾ വ്യത്യസ്തരാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പുലിനെ കാണുന്നു, സിംഹത്തെ കാണുന്നു, ആനയെ കാണുന്നു, തവളയെ കാണുന്നു, പാമ്പിനെ കാണുന്നു, എക്സെട്ര എക്സെട്ര, ഒരുപാട്. നമ്മൾ ആരും തവളയെ കണ്ടിട്ട് എടി നോക്കടി നല്ലൊരു പാമ്പ് എന്ന് പറയാറുണ്ടോ? ഇല്ല. കരടിയെ കണ്ടിട്ട് ആരെങ്കിലും പറയട്ടെ എടി എന്തൊരു നല്ല പൂച്ച എന്നാരും പറയാറില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ഗൗരവമായി ചിന്തിക്കാനാ പറയുന്നത്. പൂച്ചക്ക് ആ രൂപം നൽകിയതാരാണ്? ഏതായാലും നമ്മളാരുമല്ല. ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും അല്ല സിംഹത്തിന് ഇത്ര മനോഹരമായ പുള്ളി നൽകിയത്. സമ്മതിച്ചുവല്ലോ.
സിബഅത്തുല്ലാഹ്. ആരാണ് ഈ വർണ്ണം നൽകിയത്? ഈ ജീവജാലങ്ങളുടെ വർണ്ണം നൽകിയത് ആരാണ്? ഒരു നല്ല ബിൽഡിംഗ് പെയിന്റ് ചെയ്ത് കണ്ടാൽ നമ്മൾ ചോദിക്കുക, ആരാണ് ഇതിന്റെ പെയിന്റർ? ആരാണ് ഈ കൂട്ടിച്ചേർത്ത് ഇത്ര മനോഹരമായ ഈ പെയിന്റ് ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഈ ചുമര് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? എന്റെ പൊന്നുകുട്ടികളെ, കോടിക്കണക്കായ മനുഷ്യരെ വ്യത്യസ്തമായ അവസ്ഥാവിശേഷങ്ങളിൽ സൃഷ്ടിച്ച ഒരു പടച്ചതമ്പുരാൻ, മുൻ മാതൃകകളില്ലാതെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ. പൊന്നുമക്കൾ ശരിക്കും ആലോചിക്കണം, അഗാധമായി ആലോചിക്കണം. മുൻ മാതൃകകളില്ലാതെ 14 ലോകങ്ങളെയും അതിനിടയിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച പടച്ചോനാ പറയുന്നത് ഞങ്ങൾ ഉയർച്ചെഴുന്നേൽപ്പിക്കുന്നു. പിന്നെ എവിടെ അവിശ്വാസത്തിന്റെ പ്രസക്തി? നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കൂ. കോടിക്കണക്കായ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച പടച്ചതമ്പുരാനാണ് പറയുന്നത് നിങ്ങളെ ഉയർച്ചെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന പടച്ചതമ്പുരാനാണ്. അതിന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ചില കൃത്യമായ പോയിന്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ തിരുദൂതനാണ്. ആ പ്രവാചകൻ മക്കയിലെ പ്രബോധന കാലഘട്ടത്തിൽ നേരിട്ട ഒരു വെല്ലുവിളി, ആ വെല്ലുവിളിയാണ് ഞാൻ ഫസ്റ്റിൽ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു, ഒരു നിഷേധിയായ ഒരാൾ. അയാളുടെ കയ്യിൽ എല്ലിന്റെ പൊടികളുണ്ട്. അയാളുടെ കൈകളിൽ ഒരു പഴയ ശ്മശാനത്തിൽ ചെന്നിട്ട്, കോടാനുകോടി മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയുടെ ഒരു ശ്മശാനത്തിലെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ കുഴിമാടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ എല്ലുകളുടെ പൊടി അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഒരാൾ പ്രവാചകന്റെ സന്നിധിയിൽ വരുന്നത്. എന്നിട്ട് ഉള്ളം കയ്യിലിട്ട് ആ എല്ല് പൊടി ഇങ്ങനെ നുരുമ്പി പ്രവാചകന്റെ നേരെ ഇങ്ങനെ വെച്ചിട്ട് അയാൾ ഒരു സംഗതി ചെയ്തു. ആ പ്രവാചകന്റെ നേരെ ഇങ്ങനെ ആ എല്ല് പൊടിയെ ഒരൊറ്റ ഊതൽ വെച്ചു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു ആ പ്രവാചകനോട്, ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ പാറിപ്പോയ എല്ലുപൊടി അതിൽ നിന്നാണോ ആ മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എന്നൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് തോന്നിയില്ലേ ന്യായമാണ്? എത്രയോ പഴക്കമുള്ള ശ്മശാനത്തിലെ എല്ലുപൊടിയെടുത്ത് കയ്യിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പൊടിപൊടിയായി ഉള്ളം കൈയിലിട്ട് ഊതിപ്പറപ്പിച്ചിട്ട് ഇതിൽ നിന്ന് അള്ളാഹു അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്നാണ് ചോദ്യം. ഈ സന്ദർഭത്തിലാണ് മാനവ സമൂഹത്തിന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായം ഇറക്കിയത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. ഒരു വല്ലാത്ത ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. ആ ചോദ്യകർത്താവ് നിന്റെ മുമ്പിൽ വന്നിട്ട് നുരുമ്പിയ എല്ലുകൾ ഇങ്ങനെ ഊതിപ്പാർപ്പിച്ച് ചോദിക്കുന്നുവല്ലേ ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? പ്രവാചക അങ്ങനെ ചോദിക്കുന്നുവല്ലേ, അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ചോദിക്കൂ. ആ ഖിയാമത്ത് നാളിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പിന്നെ ചോദിക്കണമെന്നറിയോ? ദാ ഇവിടെ ഇരിക്കണ എല്ലാരും അല്പം സുഖമുള്ള സീറ്റിലാണ് ഇരിക്കുന്നത്. ചാരി ഇരിക്കുമ്പോൾ അലസത വന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വിരൽ നോക്കൂ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിരൽ നോക്കൂ. അല്ലാഹു പറയാണ്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ. ആക്ഷേപകാരിയായ മനസ്സിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പടച്ചവൻ ചോദിക്കുന്നു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. കോടിക്കണക്കിന് മനുഷ്യരുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചോനെ. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ എവിടെയോ ഒരു ഗ്രാമത്തിന്റെ എവിടെയോ ഒരു കോർണറിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നു എന്ന് മക്കൾ സങ്കല്പിച്ചോ? ഒരു പെൺകുട്ടി ജനിച്ചു വീഴുന്നു. ഈ പ്രോഫ്കോണിൽ പങ്കെടുക്കുന്ന ഒരാളുടെ വിരലടയാളവും ആ കുട്ടിയുടെ വിരലടയാളത്തിന് സാമ്യതയില്ല. മകള് ശരിക്കും ആലോചിക്കണം, നല്ലോണം ആലോചിക്കണം. അപ്പൊ നമ്മുടെ 715 കോടി മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്. ഈ 715 കോടി മനുഷ്യരിൽ ഒരാളുടെ വിരലടയാളവും ഒരാളെ പോലെയല്ല. അതായത് ഞാനിപ്പോ ഒരു കൊലപാതകം നടത്തി നിങ്ങളിൽ ഒരാളെ കൊന്നാൽ എന്റെ കൈ പതിഞ്ഞതിന് ബാലേന്ദ്രനെ ശിക്ഷിക്കില്ല ഇവിടുത്തെ ഒരു കോടതിയും, സുരേന്ദ്രനെ ശിക്ഷിക്കില്ല ഒരു കോടതിയും. എന്റെ വിരലടയാളത്തിലൂടെ എന്നെ
കൃത്യമായി സ്പെസിഫൈ ചെയ്ത് എന്നെ പിടിക്കാൻ കഴിയുന്ന ഈ ഫിംഗർ പ്രിന്റ്, ദൈവത്തിന്റെ വിരലടയാളം എന്ന് പറയുന്ന ഈ അത്ഭുതത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് നബിയെ, ആ ചോദ്യകർത്താവ് താങ്കളോട് ഇങ്ങനെ ചോദിക്കുന്നുവല്ലേ, മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുവല്ലേ? പറയൂ പ്രവാചക, ലോകത്ത് ജനിച്ച സകല സ്ത്രീകളുടെയും സകല പുരുഷന്മാരുടെയും വിരലടയാളങ്ങളെ ഒരാളിൽ നിന്ന് ഒരാളെ പോലെ സാമ്യതയില്ലാതെ, ടിൻസിന്റെ വിരലടയാളം പോലും ഒരേപോലെയല്ലാതെ വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചോന്, അത്രയും കഴിവുള്ള പടച്ചോന്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ള നിങ്ങളുടെ പടച്ചോന്, അത് വല്ലാത്തൊരു മക്കളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ഒക്കെ തലമുടി എല്ലാവരുടെയും എൻ്റർലി ഡിഫറൻസ് ആണ്. എല്ലാവരുടെ തലമുടിയും വ്യത്യസ്തമാണ്. അപ്പൊ അവിടെയുള്ള നിങ്ങളുടെ ഒക്കെ മുടി മുണ്ടനം ചെയ്തു, തലമുണ്ടനം ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ഒക്കെ മുടി ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ടു. അതിൽ ആയിഷയുടേത് സെപ്പറേറ്റ് എടുക്കാം, അതിലെ എല്ലാവരുടെയും, സുബൈദയുടെ വേറെടുക്കാം, ഫാത്തിമയുടെ വേറെടുക്കാം. എല്ലാവരുടെ മുടിയും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. എല്ലാവരുടെ ഉമിനീരും വ്യത്യസ്തം, എല്ലാവരുടെ തലമുടിയും വ്യത്യസ്തം, എല്ലാവരുടെ കണ്ണിന്റെ കൃഷ്ണമണിയും വ്യത്യസ്തം, എല്ലാവരുടെ ബോഡിയിലെ വിയർപ്പിന്റെ ഗന്ധവും വ്യത്യസ്തം, എല്ലാവരുടെ വിരലടയാളവും വ്യത്യസ്തം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, എന്ത് ഇങ്ങനെ വ്യത്യസ്തമായി നിങ്ങളെ? ഇതിൽ മക്കൾ ചിന്തിക്കേണ്ട ഒരു മർമ്മം ഞാൻ പറയാം. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് പടച്ചോനൊരു ഒരു കൺഫ്യൂഷൻ തോന്നുക. എന്ത്, ഞാൻ പെരിന്തൽമണ്ണക്കാരി ആയിഷയുടെ വിരലടയാളം അത് തന്നെയാണോ ഇനി ജനിക്കാൻ പോണോ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നത്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലും അല്ലാക്കില്ല. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് ആണും പെണ്ണയും ഭൂമുഖത്ത് വന്ന് മരിച്ചിട്ട് അവരാരുടെ വിരലടയാളവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ വിരലടയാളവുമായി ഒരു വ്യത്യാസമില്ല. അങ്ങനെ സൃഷ്ടിച്ച എനിക്ക് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവില്ലെന്നത് അതാണോ ബുദ്ധി എന്നാണ് അള്ളാന്റെ അവിടുത്തെ ചോദ്യം. ആ ചോദ്യം നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഒന്ന് ആലോചിക്കും, മുൻമാതൃകയില്ല. നമ്മൾ ആരുടെ ഈ ഭൂമി നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ഇതിന് എന്തെങ്കിലും ഒരു അപാകതയുണ്ട്? ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ച പടച്ചോൻ ചോദിക്കാണ്, ഒന്നുമില്ലാത്ത. അപ്പൊ നമുക്കൊരു മോഡൽ കൊടുത്തിട്ട് നമ്മളൊന്നും ഉണ്ടാക്കുക. ഈ മോഡൽ നമുക്കറിയാം. ഇപ്പൊ ഇന്നലെ പോലും എന്നോട് ഒരാൾ ചോദിച്ചു, ഈ മോഡല് ഒരു 10 മോഡൽ കാണിച്ചിട്ട് ഇതിൽ ഏതാ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് ഏറ്റവും ബെറ്റർ, ഇത് സെലക്ട് ചെയ്തു. ശരി, അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോ ആരോടാ മോഡൽ ചോദിച്ചത്? അള്ളാഹിനോട് ആരാ മോഡൽ ചോദിച്ചത്? എല്ലാറ്റിന്റെ മോഡലുകളെയും ഡിസൈൻ ചെയ്ത പടച്ചോനാ പറയുന്നത്, ഇതിനൊക്കെ സൃഷ്ടിച്ച എനിക്ക് നിങ്ങളെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല മടിയും ഉണ്ടാകുമോ, വല്ല കഴിവുകേടും ഉണ്ടാകുമോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഖുർആനിലെ 22-ാം അധ്യായം, സൂറത്ത് ഖിയാമ 75-ാം അധ്യായമാണ്. 1 മുതൽ 4 വരെയുള്ള വചനമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. രണ്ടാമത്തേത് ഖുർആനിലെ 22-ാം അധ്യായം, സൂറത്ത് ഹജ്ജിലെ 5, 6, 7 വചനങ്ങൾ. നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഞാനിതൊരു ക്ലാസ് പോലെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. യാ അയ്യുഹന്നാസ്, അല്ലാഹു ചോദിക്കണം, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, എല്ലാരെയും, പാശ്ചാത്യരെയും പൗരസ്ത്യരെയും കറുത്തവരെയും വെളുത്തവരെയും ലോകത്ത് എവിടൊക്കെ മനുഷ്യരുണ്ടോ അവരെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കേ, ഇൻ കുന്തും, നിങ്ങളാണോ ഫീ റൈബിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണോ? കബറുകളിൽ, ചുടലക്കളങ്ങളിൽ, ഈ ഭൂമുഖത്ത് മരിച്ച് കടലിലോ മത്സ്യത്തിന്റെ വയറ്റിലോ സിംഹത്തിന്റെ വയറ്റിലോ എവിടെയാവട്ടെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഒന്നും എടുക്കാനില്ലാത്തൊരവസ്ഥയിലാണോ? അങ്ങനെയാണെങ്കിലും അവിടൊക്കെ ജീവിക്കുന്ന നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? എന്നിട്ട് ചോദിക്കാൻ, ഫൈന്ന ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്അത്തിൻ മുഖല്ലഖത്തിൻ വഗൈറു മുഖല്ലഖത്തിൻ. അല്ലാഹു ഓരോ ഘട്ടം വിശദീകരിക്കാൻ. ഓരോ ഘട്ടം അല്ലാഹു ചോദിക്കാൻ, ആദ്യം മണ്ണിൽ നിന്ന്, ആദ്യം നിങ്ങളുടെ മണ്ണിൽ നിന്ന്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ. ഖുർആനിലെ 71-ാം അധ്യായം 16, 17, 18 വാചകമാണ്. മനോഹരമായ ആ ചോദ്യം. അല്ലാഹു ചോദിക്കണം, നിങ്ങൾ ഒരു മണ്ണിൽ നിന്നൊരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ? ചീര മുളപ്പിക്കുന്ന പോലെ, ചെടികൾ മുളപ്പിക്കുന്ന പോലെ, ധാന്യങ്ങൾ മുളക്കുന്ന പോലെ. അതൊരു അപാര പ്രയോഗമാണ്, സയൻസാണ് ആ പറയുന്നത്. മണ്ണിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ? അല്ലാഹു പറയാണ്, ആ മണ്ണിൽ നിന്ന് വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ. ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കി വയുഖ്രിജുകും ഇഖ്റാജാ.
ആ മണ്ണിൽ നിന്ന് നിങ്ങൾ വീണ്ടും നമുക്കറിയാം, നമ്മുടെ വീട്ടുമുറ്റത്തൊരു മാവുണ്ടായിരുന്നു. ആ മാവിൽ ഒരുപാട് മാമ്പഴം ഉണ്ടായിരുന്നു. ആ മാമ്പഴം നിന്ന് അണ്ടി വലിച്ചെറിഞ്ഞ് കണ്ടത്തിലേക്ക്, നമ്മുടെ പറമ്പിലേക്ക് അണ്ടി വലിച്ചെറിഞ്ഞു. നമ്മള് കുറെ കാലം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ആ അണ്ടിയിൽ മുള പൊട്ടി ഇങ്ങനെ വരുന്നു. സ്വാഭാവികമായും ആ അണ്ടിയിൽ നിന്ന്, ആ മാങ്ങയുടെ കുരുവിൽ നിന്ന് ഒരു മാവ് മുളച്ചു വരികയാണ് അല്ലേ? അതാരാ അംഗീകരിക്കാത്തത്? അപ്പൊ നിങ്ങൾ നോക്കൂ, ഫ്ലൈറ്റ് ദുരന്തമുണ്ടായാൽ എന്താണ് സംഭവിച്ചത് എന്നതിന് സയൻസ് ഏറ്റവും വലിയ തെളിവാക്കണത് എന്താണ്? ആ ഫ്ലൈറ്റിന്റെ എന്താണ്? ഫ്ലൈറ്റ് എല്ലാം തകർന്ന് തരിപ്പണമായി. ഫ്ലൈറ്റിലെ 300 യാത്രക്കാരും കത്തിക്കരിഞ്ഞു, എവിടെയാണെന്ന് പോലും അറിയാതെ. പക്ഷെ ആ ഫ്ലൈറ്റ് ചാമ്പലായതിൽ ഒരു സംഗതി അവസാനിക്കുന്നുണ്ട്. അതെന്താണ്? ബ്ലാക്ക് ബോക്സ് ആണ് അല്ലേ? ആ ബ്ലാക്ക് ബോക്സ് പറയും ഇവിടെ എന്താ ഉണ്ടായത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ, നമ്മളൊക്കെ ഈ മണ്ണിൽ കൊണ്ടുപോയി വെക്കും. കറുത്ത വണ്ടുകൾ നമ്മുടെ ചുണ്ടുകൾ കാർന്നു തിന്നും, നമ്മുടെ എല്ലുകൾ നുരുമ്പിപ്പോകും, മണ്ണോട് മണ്ണാകും, ശരീരത്തിന്റെ എല്ലാ ഭാഗവും കത്തിച്ചാമ്പലാകും, നശിച്ചു പോകും, ഒന്നൊഴികെ ബ്ലാക്ക് ബോക്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ശരീരത്തിൽ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അതിനൊരിക്കലും നാശം സംഭവിക്കില്ല. ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് നിങ്ങളെ വീണ്ടും കദാലികൽ ഖുറൂജ്. ആയിഷാന്റെ പൂർണ്ണ രൂപമുണ്ടതിൽ, മുജാഹിദ് ബാലിഷയുടെ പൂർണ്ണ രൂപമുണ്ടതിൽ, അബ്ദുൽ ഖാദറിന്റെ രൂപമുണ്ടതിൽ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ രൂപമുണ്ടതിൽ, ഗാന്ധിജിയുടെ രൂപമുണ്ടതിൽ. എത്ര മനോഹരമാണ്! അജബുദ്ദനബ എന്നാണ് റസൂൽ ഹദീസിൽ വിശേഷിപ്പിച്ചത്. നമ്മുടെയൊക്കെ നട്ടെല്ലിങ്ങനെ താന്നിട്ട് നമ്മുടെ അരക്കെട്ടിന്റെ ലാസ്റ്റ് അവസാനിക്കുന്ന ആ വാലറ്റം ഈ മണ്ണിൽ ഒരിക്കലും നശിക്കുകയില്ല എന്നാണ്. ആ വാലറ്റത്തിൽ നിന്ന് അതാ അല്ലാഹ് ചോദിക്കുന്നത്, അല്ല മനുഷ്യരെ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണോ? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയാലുക്കളാണോ? അതൊരു ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, അല്ല നിങ്ങളെ അവൻ സൃഷ്ടിച്ചില്ലേ മണ്ണിൽ നിന്ന്, പിന്നെ ബീജത്തിൽ നിന്ന്. ആ മക്കളെ ശരിക്കും ശ്രദ്ധിക്കൂ, ആദ്യം മണ്ണിൽ നിന്ന്, പിന്നെ ബീജത്തിൽ നിന്ന് അല്ലെ, പിന്നെ രക്തപിണ്ഡത്തിൽ നിന്ന്, അതിനെ പിന്നെ മാംസം കൊണ്ട് കവർ ചെയ്തു അല്ലെ. രൂപം തിരിഞ്ഞതും തിരിയാത്തതുമായ സൃഷ്ടിയായി മാതാവിന്റെ ഗർഭപാത്ര ഭിത്തിയിൽ അട്ട അള്ളിപ്പിടിച്ച് കിടക്കണ പോലെ നിങ്ങൾ കിടന്നു അല്ലെ. അങ്ങനെ കിടന്ന് നിങ്ങളെ അവിടുന്ന് സുമ്മ ഖലഖിന നുത്ഫത അലഖ ഫഖലഖിനൽ അലഖത മുളഅ ഫഖലഖിനൽ മുളഅത ഇലാമ ഫഖസൗന ലിലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. അവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നോക്കൂ മക്കളെ, ഒരു തുടക്കം, ആ തുടക്കത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, അത് മണ്ണിൽ നിന്ന്, ബീജത്തിൽ നിന്ന് പിന്നെ അത് അണ്ടമായി, ആ അണ്ടം അതെ സൈക്കോട്ടായി, ആ സൈക്കോട്ടിനെ പിന്നെ മാംസം കൊണ്ട് അനാവരണം ചെയ്ത്, ആ മാംസത്തെ അസ്ഥി കൂടെ കൊണ്ട് പൊതിഞ്ഞ് ഒരു ഘട്ടത്തിന് ശേഷം ഒരു ഘട്ടം. ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനം. എത്ര മനോഹരമാണ്! ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഈ ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ എണ്ണീട്ട് അള്ളാഹ് ചോദിക്കാണ്, എന്താടോ ഇവിടെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ആക്കിയത്? മോളു നീ എന്തേ ഇവിടെ അങ്ങനെയല്ലോ. ഫ്രീ തിങ്കേഴ്സിലെ നമ്മുടെ ജസിലയൊക്കെ അള്ളാഹ് ചോദിക്കണം, അല്ല മോളൂസേ, ഈ നിന്നെ സൃഷ്ടിച്ചപ്പോ നിന്റെ ഉപ്പയുടെ ബീജം, ആ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി, അതാ അള്ളാഹ് ചോദിക്കണേ, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. അപാരമാണ്. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 36, 37, 38, 40 വരെ. അവിടെ അള്ളാഹ് ചോദിക്കണമെന്ന് അറിയോ, 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം അണ്ടവുമായി കൂടിച്ചേർന്ന് അങ്ങനെ ആണും പെണ്ണുമായി നിങ്ങളെ സൃഷ്ടിച്ചില്ലേ? ആ സൃഷ്ടിച്ച പടച്ചോൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ളവൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? കഴിവില്ലാത്തവനാണ്. ബുദ്ധിയുള്ള, കഥയുള്ള, വിവേകമുള്ള ഏതൊരു മനുഷ്യനും പറയും അത് സാധിക്കും. മക്കൾ നോക്കൂ, വീട്ടിലൊരു ആശാരി വന്നു, നമ്മുടെ ഫ്രണ്ടിലെ ഡോർ ഡിസൈൻ ചെയ്യണം, എവിടെ നോക്കിയിട്ടും തേക്ക് കിട്ടിയില്ല. എന്നാലും എവിടെയൊക്കെ പോയി തേക്ക് കൊണ്ടുവന്നു. അതിവിദഗ്ധനായ ഒരു ആശാരിയാണ്. അയാളുടെ കയ്യിൽ അത് കൊടുത്താൽ പിന്നെ നമുക്കുള്ള സംതൃപ്തി എന്താ അറിയോ? മരം കിട്ടിയല്ലോ, ഇനി നല്ല ഒരു ഡോർ അയാൾ ഡിസൈൻ ചെയ്യും. അതിന് കഴിവുള്ള ആളാണ് അയാൾ. ഇനി ഈ മരം ആരുണ്ടാക്കി? അതിനെയൊക്കെ സൃഷ്ടിച്ച പടച്ചോനാ അറിയണത്.
ഈ ലോകത്തെ ഇതൊക്കെ സൃഷ്ടിച്ച എനിക്ക്. അതാ അല്ലാഹ് ചോദിക്കണത്. അല്ല, അങ്ങനെ നിങ്ങളെ ഇതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ആ ഗർഭപാത്രത്തിൽ പിന്നീട് നിങ്ങളെ ശിശുക്കളായി പുറത്തു കൊണ്ടുവന്നു. അനന്തരം നിങ്ങൾ ആരായി? നിങ്ങൾ പൂർണ്ണ ശക്തി പ്രാപിച്ചു, യുവാക്കളായി, യുവതികളായി. അതിനുശേഷം നിങ്ങൾ വാർദ്ധക്യത്തിൽ വന്നു, ഒന്നും തിരിയാത്ത വാർദ്ധക്യമുണ്ടായി. അതിനിടയിൽ നിങ്ങൾ മരിച്ചുപോയി. ഇതൊക്കെ നടന്നിട്ട് അല്ലാഹ് ചോദിക്കാണ്, ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മണ്ണ് ചേർന്ന പിന്നുണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വീണാൽ ആ തേങ്ങയിൽ നിന്നൊരു തെങ്ങുണ്ടാവില്ലെന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? ആർക്കും ചിന്തിക്കാവുന്നതാണല്ലോ. ഒരു കശുവണ്ടി താഴെ വീണ് കിടക്കുന്നു, അതിൽ നിന്ന് ഒരു പറങ്കിമാവുണ്ടാവില്ല എന്നെങ്ങനെ നിങ്ങൾ പറയും? നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ അതെങ്ങനെ നിങ്ങൾ പറയും എന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ ഒരു ചിന്ത, ഇതിലൊക്കെ ഉള്ള ഒരു ചിന്ത എന്താന്ന് ചോദിച്ചാല്, അല്ല ഇങ്ങനെ മരിച്ചോൽ ആരെങ്കിലും ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ ഇവിടെ ഭൂമുഖത്ത്? അങ്ങനെ ഇടയുണ്ടോ? അവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളൊക്കെ ഒന്ന് സങ്കല്പിച്ചോ. എനിക്ക് വേഗം സങ്കല്പിക്കാൻ പറ്റും, കാരണം എന്റെ വീട്ടിൽ കുറെ കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എന്റെ മക്കളോടും പറയാറുണ്ട്, അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു ഒരു മകൻ, അവന് 10-11 വയസ്സായി. അവന് ഒരു അനുജനില്ല, ഒരു അനിയത്തിയില്ല. അങ്ങനെ ഉമ്മച്ചി ഗർഭിണിയായി. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവന്റെ അനുജൻ അല്ലെങ്കിൽ അവന്റെ അനിയത്തി വളരുകയാണ്. 8 മാസം പൂർത്തിയായി. ഉമ്മച്ചിക്ക് 8 മാസം പൂർത്തിയായി. തൊട്ടടുത്ത കാലത്ത് ഈ കുഞ്ഞ് പുറത്തു വരും. അതായത് ഇവന്റെ അനുജൻ, ഈ ഉമ്മാക്കൊരു മോനുണ്ട്, ആ മോന്റെ അനുജൻ കാത്തിരിക്കുകയാണ് അവന് കുഞ്ഞിന്റെ വരവിന്. 8 മാസമായപ്പോ അവൻ എന്ത് ചെയ്തു? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ചെന്നു. 8 മാസമായപ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എന്ന് പറഞ്ഞു, അനിയനെ കാണാൻ പോയതാണ്. ഉമ്മച്ചിയുടെ ഗർഭപാത്രത്തിൽ അനിയനെ കാണാൻ പോയതാണ്. അനിയനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ, ഈ ഗർഭപാത്രത്തിൽ നിന്ന് 2 മാസം കഴിഞ്ഞാൽ നീ പുറത്തോട്ട് പോകും. ഈ ഗർഭപാത്രത്തിൽ നീ പുറത്തു വരും. അന്ന് നമ്മൾ പന്ത് തട്ടി കളിക്കും, ഞാനും നീയും കളിക്കും. ഭൂമി, വിശാലമായ ഭൂമി, അവിടെ കുളമുണ്ട്, കാടുണ്ട്, മേടുണ്ട്, സിംഹമുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, വലിയ ലോകമുണ്ട്, എയർപോർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗർഭപാത്രത്തിലെ കുട്ടി ഒരൊറ്റ ചിരിയാ. കഴിഞ്ഞ 8 മാസമായിട്ട് ഈ ഗർഭപാത്രത്തിൽ ഞാനുണ്ട്. ഇതിനപ്പുറത്തൊരു ലോകം. ഈ ഉമ്മച്ചിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ 8 കൊല്ലം പൊക്കിൽ കൊടി കിടന്ന് 8 മാസമായി ഇങ്ങനെ തിരിഞ്ഞു കളിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഒരു ചോദ്യം, ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോയ ആരെങ്കിലും ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടുന്ന് പോയ ആരെങ്കിലും ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ലോകമില്ല. ആ കുട്ടിയുടെ ധാരണയാണോ ശരി? ഇക്കാക്ക പറഞ്ഞാണോ ശരി? മക്കൾ പറഞ്ഞു, ഇക്കാക്ക പറഞ്ഞാണോ ശരി? അനുജന്റെ ധാരണയാണോ ശരി? ഫ്രീ തിങ്കേഴ്സിന്റെ ധാരണയാണോ ശരി? നമ്മുടെ ധാരണയാണോ ശരി? പറയൂ. നിങ്ങൾ നല്ലോണം ആലോചിച്ചു. ഇത് നിഷേധിച്ചാൽ ഈ ഗർഭപാത്രത്തിൽ കിടത്തുന്ന അനിയൻ പുറത്തു വരാതിരിക്കും. സമയായ ഗർഭപാത്രം, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ പുറത്തോട്ട് വരും. അപ്പൊ നിഷേധിച്ചതോ ഇതൊക്കെ കാണും. അപ്പൊ ഇക്കാക്കാനെ നിഷേധിച്ച കള്ളനായി. ഇനി നമുക്കറിയാം, ഇക്കാക്ക കള്ളം പറയുന്ന ആളാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഇക്കാക്ക കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ഇക്കാക്കാനെ പറ്റി ക്രിസ്ത്യാനിയായ രാജാവ് പറയാണ്, നേഗസ് രാജാവ് പറയാണ്, സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാള് ദൈവത്തിന്റെ പേരിൽ കളവ് പറയില്ല. ആ റസൂല പറയുന്നത് എന്ത്? അന്നാറു ഹഖ്ഖുൻ അൽ ജന്നതു ഹഖ്ഖുൻ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ നരകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. ആലോചിക്കേ, അതായത് അബൂജഹൽ നബിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അബൂജഹൽ എന്താ പറഞ്ഞേ? നീ കള്ളം പറയില്ല മുഹമ്മദേ, നിന്നെ നിഷേധിക്കാൻ കഴിയില്ല. നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ അബൂ സുഫിയാനോട് ചോദിച്ചു, ഇയാള് കള്ളം പറയോ? ഇയാള് കള്ളം പറയില്ല. ഇനി മക്കളെ, മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? നബി പ്രവാചകനായിട്ട് മരിക്കണം വരെ ആ ദൗത്യത്തിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം അത്രയും ഉറപ്പായിരുന്നു നബി. അങ്ങനെ ഒരു ലോകമുണ്ട്. അല്ലെങ്കിൽ നബി ഏറ്റ പരീക്ഷണം ഞാനോ നിങ്ങളെ ഏറ്റ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവില്ല. നമ്മുടെ ഒരു ആദർശമായിട്ട് ഇറങ്ങി. നബിക്ക് ഉണ്ടായ പരീക്ഷണം എത്രയേറെ ഉണ്ടായത് നമുക്കുണ്ടാവണമെങ്കിൽ ഇട്ടെറിഞ്ഞു പോകും. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇട്ടെറിഞ്ഞു പോകും. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെയാണ് പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത പ്രവാചകനാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത പ്രവാചകൻ പറയുന്നു ഇങ്ങനൊരു ലോകമുണ്ട്. അപ്പൊ നമുക്ക് പരിശോധിക്കാനുള്ള കാര്യങ്ങളിൽ ഒന്ന്, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത പ്രവാചകനാണ് പറയുന്നത്. ശത്രുക്കളും മിത്രങ്ങളും എല്ലാരും ഒരേപോലെ പറയുന്നു കള്ളം പറയില്ല. ഇനി നിങ്ങൾ എന്നെ ചിന്തിക്കും, ഈ ഇരിക്കണ നിങ്ങളുടെ കോളേജിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി 1ാം ക്ലാസ് മുതൽ നിങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. 1ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി.
ഒരിക്കലും അവള് കളവ് പറഞ്ഞിട്ടില്ല നിങ്ങളോട്. അവളോ അമ്മ പറയും അവള് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, അവളുടെ ഉമ്മ പറയും അവള് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, അവരെല്ലാ അധ്യാപകന്മാരും അവള് കളവ് പറഞ്ഞിട്ടില്ല, നാട്ടുകാരിലെല്ലാം അവള് ഫേമസ് ആണ്. അങ്ങനെയുള്ള അവൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്, അത് മാത്രം കളവാകും, അത് മാത്രം കളവാകും. വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാ അള്ള വീണ്ടും ചോദിക്കണ എന്ത്? അള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا. അതൊരു അപാര ചോദ്യം അല്ല. അവർ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതിന്റെ നിഷേധത്തിലാണോ അവരുള്ളത് എന്ന് ചോദിച്ചിട്ട് ഖുർആൻ പറയാണ്, നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഈ വിധം സംവിധാനിച്ച പടച്ചോനാ പറയണത്. ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ച പടച്ചോനാ പറയണത് എന്ത് എന്ത് ഇങ്ങനെ ഒന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കണെന്ത്? إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت. അന്ന് ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും. എന്നിട്ട് അതിൽ നിന്ന് റസൂൽ പറയുന്നത് ഒരു ചാറൽ മഴ പെയ്യും, ഒരു ചാറൽ മഴ. ആ മഴ പെയ്താൽ അത് വലിയൊരു ഉദാഹരണമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന വലിയ പ്രധാനമായ ഒരു കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. എന്താ അള്ളാഹു പറയുന്നറിയോ? ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മളോട് പറയുന്ന വളരെ കാതലായ വശമാണ്. അതുപോലെ റിസ്ഖൽ ഇബാദ് വഹിയൈനാ ബിഹി ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ് കദാലികൽ ഖുറൂജ്. അതൊരു അപാര ഉദാഹരണമാണ്. പൊന്നുമക്കളെ, അതാ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ വോളിബോൾ ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് പിച്ച് ഒക്കെ കണ്ടിട്ടില്ലേ? ഉണങ്ങി വരണ്ട ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരു ചെടിയും അവിടെ കാണുന്നില്ല. അതല്ല ചോദ്യമാണ്. ഒരു ചെടിയും, നിങ്ങളുടെ മുറ്റം ഉണങ്ങി വരണ്ടിരിക്കുന്നു, ഒരു ചെടിയുടെ നാമ്പും ഒരു വിത്തിന്റെ നാമ്പും നിങ്ങൾ കാണുന്നില്ല. അഥവാ മെയ് 5-ാം തീയതി ഒരു മഴ പെയ്യുന്നു, ഒരു ചാറൽ മഴ പെയ്യുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ആ ചാറൽ മഴ പെയ്തെടുത്ത് നോക്കുമ്പോൾ ചെടികൾ ഇങ്ങനെ മുളച്ചു വരുന്നു. അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? അങ്ങനെ കദാലികൽ ഖുറൂജ്, അപ്രകാരമാണ് നിങ്ങളെ പുറപ്പെടൽ, അപ്രകാരം നിങ്ങൾ പുറപ്പെടുക. ഒരു മഴ പെയ്താൽ നിങ്ങൾ ആ പിച്ചിൽ, ആ കോട്ടിൽ ഒരു ധാന്യവും ഒരു മണിയും ഒരു അരിമണിയും നിങ്ങൾ കണ്ടിട്ടില്ല. ആ കാണാത്ത നിങ്ങൾ ഇത് മുളച്ചു വരുന്ന പോലെ കദാലികൽ ഖുറൂജ്, അപ്രകാരം പുറപ്പെടൽ. ഈ ഖബർ ഇളക്കി മറിച്ച് പുറത്തുകൊണ്ടിരുമ്പോൾ മനുഷ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയാൻ, സൂറത്ത് ഖാലൂ യാ വൈലനാ മൻ ബാസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ? ഇതാണല്ലേ അമ്പിയാക്കൾ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് ഖുർആൻ പറയുന്നത്. കോടിക്കണക്കായ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച, മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ച് പരിപാലിച്ച പടച്ചതമ്പുരാനാ പറയുന്നത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. പ്രവാചകന്മാർ മുഴുവനും ആണയിട്ട് പറഞ്ഞ കാതലായ വശവും അതാണ്. അതുകൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ പൊന്നുമക്കളെ ആ പരീക്ഷയ്ക്ക് എന്ത് പ്രസക്തി? നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മുടെ അനിയത്തി SLC എഴുതുന്നു, അവളോട് നമ്മൾ 4 മണിക്ക് അലാറം വെച്ച് വിളിക്കുന്നു, വായിക്കാൻ പറയുന്നു, ഇന്ന് മാത്സ് ആണെന്ന് പറയുന്നു, പരീക്ഷ എഴുതണമെന്ന് പറയുന്നു, A+ കിട്ടണമെന്ന് പറയുന്നു. ആ പ്രവർത്തനമൊക്കെ ചെന്ന് പരീക്ഷ പോയി പരീക്ഷ എഴുതി, ഒന്നിനും റിസൾട്ട് ഇല്ല എങ്കിൽ ആ പരീക്ഷ എഴുതാൻ ഏതെങ്കിലും ഒരു ബുദ്ധിജീവി തയ്യാറാവോ? എങ്കിൽ ഈ ജീവിതത്തിന്റെ നന്മ തിന്മകളെ തൂക്കി കണക്കാക്കുന്ന ഒരു ലോകമില്ലെങ്കിൽ ആ ജീവിതത്തിന് എന്തർത്ഥമാണ്?
വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരണുമണി തൂക്കം നന്മ ചെയ്തുവോ അത് പരിഗണിക്കപ്പെടുന്ന ഒരു ലോകം, ആരണുമണി തൂക്കം തിന്മ ചെയ്തുവോ അതും പരിഗണിക്കപ്പെടുന്ന ഒരു ലോകം വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ ജീവിതം തെളിവാണ്. നമ്മുടെ ശരീരം ഓരോ ഘട്ടങ്ങൾ കടന്നു വന്ന പോലെ അള്ളാഹു നമ്മളെ മറ്റൊരു ഘട്ടത്തിൽ ഈ മണ്ണിൽ കൊണ്ടുപോയി വെച്ച് വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമുക്കൊരു റിസൾട്ട് നൽകുന്ന ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ഖുർആനിന്റെ സത്യമാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം ഒരേപോലെ പറഞ്ഞതാണ്. എല്ലാ വേദങ്ങളിലും ഈ പരാമർശങ്ങളുണ്ട്. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, ആ ഉയർത്തെഴുന്നേൽപ്പിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എൻ്റെ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ കൂടുതൽ കൂടുതൽ ഗൗരവമായി ചിന്തിക്കുക. ഒന്ന് മാത്രം ഓർക്കുക, നമ്മുടെ വിരൽക്കൊടികൾ വ്യത്യസ്തമായി സൃഷ്ടിച്ച, മുൻ മാതൃകകളില്ലാതെ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുവന്ന, അതിലൊന്നും നമുക്കാർക്കും പങ്കില്ലെങ്കിൽ എങ്കിൽ മരണത്തിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു മേശ ഡിസൈൻ ചെയ്ത് അത് ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് അതിന്റെ നെട്ടും ബോൾട്ടും അയച്ചു വെച്ചാൽ അത് റീഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ നമ്മളെ ആദ്യത്തിൽ നിന്ന് സൃഷ്ടിച്ച പടച്ചവന് നമ്മളെ വീണ്ടും സൃഷ്ടിക്കാൻ മടിയിൽ കഴിയില്ല എന്ന ചിന്തയല്ല, കഴിയും എന്ന ചിന്തയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.